ഇന്നലത്തെ വീഡിയോൻ്റെ ഒരു ബാക്കിയാണ് കേട്ടോ ഇത്. ഡെയറി ഫാമിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഇവിടുത്തെ കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏരിയയ്ക്കാണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഉള്ള ഒരു സംഭവം ഇവർ അതേപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, പണ്ട് കാലത്ത് അവർ താമസിച്ചിരുന്ന ആ ഒരു രീതിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മയായിട്ട് അവർ സൂക്ഷിച്ച് വെക്കുന്ന ഇതാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ഭയങ്കര ഇരുട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ തണുപ്പ് തുടങ്ങിയതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പാണ്. നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ -1 ഒക്കെ താഴേക്ക് നമുക്ക് പോകും കേട്ടോ തണുപ്പ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പോൾ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് തണുപ്പൊട്ടും സഹിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ്. ചൂട് എനിക്ക് കുഴപ്പമില്ല, പക്ഷെ തണുപ്പ് എനിക്ക് അധികം ഓവർ തണുപ്പായി കഴിഞ്ഞാൽ ഭയങ്കര സ്കിന്നിനൊക്കെ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. പിന്നെ ക്രീംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പള്ളിയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നിസ്കരിക്കാനും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. നമ്മളവിടെ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിവിടെ വന്നിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കണ്ടതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ആളുകളുടെ ഫേസ് അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ മനഃപൂർവ്വം ഒരുപാട് വ്ളോഗും ഒരുപാട് ഷോർട്സും ഒക്കെ ഒഴിവാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരുന്ന സമയത്ത് നമുക്കതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് കാണിക്കാം, അങ്ങനെ ഒക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ലാസ്റ്റത്തെ ട്രിപ്പായതുകൊണ്ട് തന്നെ സങ്കടം ഉണ്ട്. അതുപോലെ തന്നെ നാട്ടിലേക്ക് ഞങ്ങളുടെ കൂടെ ലിജു പോരുന്നുണ്ടായതുകൊണ്ട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇത് നിലുവിൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്കുള്ള ആ ഒരു ഗോപുരമല്ലേ അവിടേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. വൈകുന്നേര സമയത്താണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര തണുത്ത കാറ്റും ഒക്കെ വീശുന്നുണ്ടായിരുന്നു. ഈ ഒരു യാത്രയ്ക്ക് ശേഷം ഞങ്ങൾക്ക് 3 പേർക്കും പനി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഭയങ്കര തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കോൾഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഏരിയയൊക്കെ കുറച്ചൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഭാഗങ്ങൾ അവരിപ്പോഴും ഈ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവർ കാത്തു സൂക്ഷിക്കുന്ന ഒരു ഭാഗമാണ് കേട്ടോ അത്. പിന്നെ അവിടെ നിന്ന് നേരെ നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ട് നാട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കിങ്ങനെ ഡെക്കോർ ഐറ്റംസ് കാണുന്നതും എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കുമായിരുന്നു. പക്ഷേ ഇവിടുന്ന് നമുക്ക് ലഗേജിൽ വെയിറ്റ് കൂടും. അപ്പോൾ ഇതൊന്നൊക്കെ പൊട്ടുന്ന സാധനമല്ലേ. അപ്പോൾ അതൊന്നും വാങ്ങിച്ചിട്ടില്ല. നേരെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ടോ സാധനങ്ങൾ